ഹായ് ഫ്രണ്ട്സ്, ദ ഷെഫ് ഹട്ടിലേക്ക് സ്വാഗതം. പാനിപൂരി എങ്ങനെ സിമ്പിളായി വീട്ടിൽ തയ്യാറാക്കാം എന്ന് നോക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, 1 കപ്പ് മല്ലിയില നുറുക്കിയത്, 1/2 കപ്പ് പുതിനയില നുറുക്കിയത്, 1 ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടി, 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, 1/2 കപ്പ് പുളിവെള്ളം, കുറച്ച് ഉപ്പ്. ഇത്രയും നമുക്കൊന്ന് അരച്ചെടുക്കാം. ഗ്രീൻ ചട്നി തയ്യാറായിട്ടുണ്ട്. ഇനി 1/2 ലിറ്റർ വെള്ളം എടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ച ഗ്രീൻ ചട്നി ഒരു 3 ടീസ്പൂൺ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ്, ഒരു നാരങ്ങ 2ആയി മുറിച്ചത്, 1/4 കപ്പ് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. പാനി തയ്യാറായി. ഇനി ഇതിനെ ഒന്ന് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന 4 പൊട്ടറ്റോ ഒന്ന് ഉടച്ചെടുക്കാം. രണ്ട് പച്ചമുളക് നുറുക്കിയത്, 1/2 കപ്പ് സവാള ചെറുതായി അരിഞ്ഞത്, അരച്ചു വെച്ച ചട്നി മുഴുവനും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഇനി 3 ടീസ്പൂൺ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ജീരകപ്പൊടി, കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്തൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുഞ്ഞു പൂരി തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കപ്പ് റവ, 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, 2 ടേബിൾ സ്പൂൺ മൈദ, കുറച്ച് ഉപ്പ്, ഇവ നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറു ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിനെ ഒരു 30 മിനിറ്റ് ഇതുപോലെ വെക്കുക. ഇതിനുശേഷം ഇതുപോലെ കുഞ്ഞു ബോളുകളാക്കി നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഒരു റൗണ്ട് ഷേപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് പരത്തി വെച്ച മാവിട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് തവിയും കൊണ്ടൊന്ന് താഴ്ത്തി കൊടുക്കുക. 2 സൈഡും ചെറുതായി ഒന്ന് ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം. നല്ല ക്രിസ്പിയായ പൂരി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യാം. പൂരി ഒന്ന് ചെറുതായിട്ട് നടുവൊന്ന് കുത്തി പൊട്ടിക്കുക. അതിലേക്ക് നമുക്ക് മസാല ഫില്ല് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ പാനി ഒന്ന് ഇളക്കി ഒഴിച്ചു കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.